കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണുന്നത് ഹീറോയും ഹീറോയിനും അവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അവളുടെ പേര് യോയോ, ഹീറോയുടെ പേര് ചിൻ. അങ്ങനെ അവർ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് ഇവളെ കോൾ ചെയ്യുന്നു. എന്താ ഇത്ര അത്യാവശ്യം എന്ന് അറിയാൻ വേണ്ടി അവൾ പെട്ടെന്ന് തന്നെ കോൾ എടുക്കുന്നു. അവളുടെ ഫ്രണ്ട് ഉടനെ നീ ഞാൻ അറേഞ്ച് ചെയ്ത വ്യക്തിയെ കാണാൻ പോവാതെ അവിടെ എന്തെടുക്കാം, നിനക്ക് വേണ്ടി ആ മനുഷ്യൻ 3 മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യാ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഇവള് ആകെ ഷോക്ക് ആവുന്നു. നീ എന്തോന്നാ ഈ പറയുന്നത്, നീ പറഞ്ഞ ആളെയല്ലേ ഞാനിപ്പോ കല്യാണം കഴിച്ചത്. അപ്പൊ ഫ്രണ്ട് ഉടനെ നിനക്കെന്താ വയ്യേ, ഞാൻ പറഞ്ഞ ആള് പോയി റെസ്റ്റോറന്റ് തന്നെ വെയിറ്റ് ചെയ്തിരിപ്പോണ്ട് നീ ആരെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുന്നു. ഉടനെ ഇവള് ആകെ കിളി പാറി. അപ്പൊ പിന്നെ ഇതാരാ എന്ന അവസ്ഥയിൽ നോക്കുന്നു. ഇവൾക്ക് ആള് മാറിയതാണെങ്കിലും ഇയാൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത് എന്ന പേടിയാണ് അവൾക്ക്. അതിനുശേഷം ചിൻ അവളുടെ വീട്ടിലേക്ക് തന്നെ അവളെ കൊണ്ടുവിടുന്നു. അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയതിന് താങ്ക്സ്, എന്റെ കൂടെ ഒന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പേടിച്ച് ഇവൾ അവനെയും കളഞ്ഞിട്ട് അവിടെ നിന്ന് വലിയുന്നു. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ആളെയാണല്ലോ ദൈവമേ ഞാൻ കല്യാണം കഴിച്ചത്, ഇനി എന്താകുമോ എന്നൊക്കെ പെരുവർത്താണ് ഇവള് പോകുന്നത്. ഇവള് പോയി കഴിഞ്ഞ് ചിന്നിന്റെ അടുത്ത് അയാളുടെ പിഎയും ബോഡി ഗാർഡ്സും കൂടി വന്ന് സാർ എന്നല്ലേ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാതെ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുന്നു. ഹീറോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവനാണ് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ചിൻ ഗ്രൂപ്പിന്റെ സിഇഒ. അപ്പൊ ഉടനെ ചിൻ പിഎ എടുത്ത് ഞാൻ മിസിസ് ചിൻ ആരാണെന്ന് കണ്ടെത്തിയെന്ന് മുത്തശ്ശിയോട് പറയാനായി പറയുന്നു. ഇത് കേട്ട് അവന്റെ പിഎ ആകെ ഷോക്ക് ആവുന്നു. കാരണം മിസ്റ്റർ ചിൻ ഇതിനു മുന്നേ ഒരു പെണ്ണിനെയും ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോ ആരാ ആ മുതലെന്നാണ് ഇയാള് വിചാരിക്കുന്നത്. അതിനുശേഷം യോയോ ഒരു കമ്പനിയിലെ ഇന്റർവ്യൂവിനായിട്ട് പോകുന്നു. ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. അമ്മ മാത്രമാണുള്ളത്, പക്ഷെ ഇവള് നല്ല ബോൾഡാണ്. അങ്ങനെ അവള് ഇന്റർവ്യൂവിനെത്താൻ വളരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം ഓപ്പൺ ആയ ഒരു ലിഫ്റ്റിലേക്ക് ഇവൾ ഓടിച്ചെന്ന് കയറാനായിട്ട് പോകുന്നു. അവിടെ നിന്ന് മറ്റുള്ളവരും ഇവള് കയറാനായിട്ട് വിളിക്കുന്നു. അപ്പൊ പെട്ടെന്ന് അതിലൊരു സ്റ്റാഫ് അത് നമുക്കുള്ളതല്ല, ഇവിടുത്തെ ബോസ് മാത്രം യൂസ് ചെയ്യുന്ന ലിഫ്റ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവള് ചമ്മി തിരിച്ചു വരുന്നു. ആ സമയം തന്നെ അവിടേക്ക് അവരുടെ ബോസും കടന്നു വരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, മിസ്റ്റർ ചിൻ തന്നെയാണ്. അയാളെ കണ്ട് ഇവൾ ആകെ ഷോക്ക് ആവുന്നു. കാരണം തലേ ദിവസം ഇവൾ ഇയാളെയാണല്ലോ ആള് മാറി കല്യാണം കഴിച്ചത്. അങ്ങനെ ചിന്ന ഉടനെ നേരെ വന്ന് ഇവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി ആ ലിഫ്റ്റിലേക്ക് കയറി പോകുന്നു. ഇത് കണ്ടു തന്നെ സ്റ്റാഫ് എല്ലാവരും ഷോക്ക് ആവുന്നു. കാരണം അവർക്കൊക്കെ അതൊരു അത്ഭുതമാണ്. മിസ്റ്റർ ചിൻ ഇതിനു മുന്നേ ഒരു പെണ്ണിനെയും ഇതുപോലെ കൊണ്ടുപോയിട്ടില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് അവളോട് ചിൻ എന്ത് ജോലിയുടെ ഇന്റർവ്യൂവിനാണ് ഇവിടെ വന്നേക്കുന്നതെന്ന് ചോദിക്കുന്നു. സത്യത്തിൽ അവൾ അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ജോലിക്ക് വന്നേക്കുന്നത്. പക്ഷെ അത് അവനോട് പറയാനുള്ള നാണക്കേട് കാരണം വേറെ എന്തോ പോസ്റ്റിലാണെന്ന് പറഞ്ഞ് അവൾ ഒപ്പിക്കുന്നു. അവളുടെ കസിൻ അവിടെ ഉള്ളത് കൂടെ തന്നെ അവൾക്ക് അവിടെ ആ ജോലിയും കിട്ടുന്നു. അവളുടെ കസിന്റെ പേര് സിയാങ്. അവൾ മിസ്റ്റർ ചിന്നിന്റെ സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ചിന്ന കല്യാണം കഴിക്കും, ചിൻ ഗ്രൂപ്പിന്റെ മരുമകളാകും എന്നൊക്കെയാണ് ആ ഒരു പെണ്ണിന്റെ വിചാരം. അവൾക്കാണെങ്കിൽ യോയോയെ വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സോ പല രീതിയിലും താഴ്ത്തിക്കെട്ടാനാണ് അവൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലീനിങ് ജോലി മാത്രമല്ല അവിടുത്തെ സ്റ്റാഫിന്റെ എല്ലാ കാര്യങ്ങളും ഇവൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഇവള് ജോലി തുടങ്ങുമ്പോൾ അവിടെയുള്ള സ്റ്റാഫും അവര് ചെയ്യേണ്ട എല്ലാ പണികളും ഇവൾക്ക് കൊടുത്ത് അവൾ നല്ല രീതിയിൽ തന്നെ അടിമപ്പണി ചെയ്യിപ്പിക്കും. അവള് ചെയ്തു തീർക്കുന്നതിനനുസരിച്ച് അടുത്ത ജോലികൾ അവർ കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൾ ഒരു പെണ്ണിനെ കോഫി എടുക്കാനായിട്ട് പോകുമ്പോൾ ചിൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. പെട്ടെന്ന് തന്നെ ഈ സിയാങ് മനഃപൂർവ്വം വന്ന് അവളെ തട്ടിച്ച് കയ്യിലുണ്ടായിരുന്ന കോഫി ചിന്നിനെ ദേഹത്തേക്ക് ഒഴിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിൻ ഇവളെ ദേഷ്യപ്പെട്ട് ആ ജോലിയിൽ നിന്ന് എടുത്ത് കളയുന്നതാണ് അവൾ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി ചിന്നിന് നേരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെയുള്ള സ്റ്റാഫും ഇത് ചിന്നിന് നേരെ ഒഴിക്കുമോ എന്ന് ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ യോയോ നേരെ തന്നെ അത് അവളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. ഉടനെ സിയാങ് നീ എന്തായി കാണിച്ചത്, ഒരു നിമിഷം വൈകിരുന്നെങ്കിൽ ഇപ്പൊ ഈ കമ്പനിയുടെ ബോസിന് മേലെ നീ ഇത് ഒഴിച്ചാണല്ലോ, നിനക്ക് എന്താ കണ്ണുകളിലെന്ന് ചോദിക്കുന്നു. ഉടനെ യോയോ നീ അല്ലേ എന്നെ തള്ളിയിട്ട് തിരിച്ചു ചോദിക്കുന്നു. പെട്ടെന്ന് അവളെ വാടിപ്പിക്കാനായിട്ട് ഇതെന്റെ അകന്ന ബന്ധുവാ സാർ, കഷ്ടപ്പാട് കൊണ്ട് ജോലി കൊടുത്തതാ, ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല, ഇവളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കാന്ന് പറയുന്നു. പക്ഷെ ചിന്നാണെങ്കിൽ ഉടനെ തന്നെ അവന്റെ കോട്ടൂരി അവൾ കെട്ടിക്കൊടുക്കുന്നു. ഇത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും അന്തമിട്ട് കുന്തം മുഴുങ്ങി പോലെ നിൽക്കാണ്. എന്നിട്ട് ചിന്നവളോട് ഇവിടെയുള്ള എല്ലാവരും നിന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനവള് ഞാൻ നാളെ തന്നെ നിങ്ങളുടെ കോട്ട് വാഷ് ചെയ്ത് തിരിച്ചു തരാമെന്നാണ് പറയുന്നത്. സത്യത്തിൽ അവൻ ഉദ്ദേശിച്ചത് അവൾ ഇവന്റെ വൈഫാണല്ലോ, സോ ആ കാര്യം എല്ലാവരോടും പറയാത്ത എന്താണെന്നാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി കളയുന്നു. എന്നിട്ട് ചിൻ അവളെയും കൂട്ടി അവന്റെ ഓഫീസിലേക്ക് പോയിട്ട് നീ എന്തിനാ എല്ലാരും പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനവള് ഞാനൊരു ക്ലീനിങ് സ്റ്റാഫ് അല്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. ഉടനെ ചിൻ അവളോട് ഇനി നീ ആ ജോലിയൊന്നും ചെയ്യണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ട് ചിന്നിന്റെ മാത്രം പേഴ്സണൽ ക്ലീനർ ആക്കി അവളെ മാറ്റുന്നു. എന്നിട്ട് നീ വേറെ എവിടെയും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അവളോട് പറയുന്നു. അസിസ്റ്റന്റും ഉടനെ തന്നെ റെഡിയാക്കാം സാറെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇത് കേട്ട് ഇവൾ ഉടനെ ചിന്നിനോട് നിങ്ങൾ എന്നെ ലൈൻ അടിക്കാൻ നോക്കാണെന്ന് ചോദിക്കുന്നു. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചിൻ അവളോട് മറുപടി പറയുന്നു. എനിക്കെല്ലാം മനസ്സിലായി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ കണ്ടപ്പോ തന്നെ കല്യാണം കഴിച്ചതെന്ന് ഇവള് ചോദിക്കുന്നു. അപ്പൊ ചിന്ന ഉടനെ മറുപടി പറയും അതിന് നമ്മള് അന്നൊന്നും അല്ലല്ലോ ആദ്യമായിട്ട് കാണുന്നത്, ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, അവനെ കണ്ട ഓർമ്മയില്ല. അതിനുശേഷം ചിന്ന അവന്റെ മുത്തശ്ശിയെ കാണാനായിട്ട് പോകുന്നു. ഇവനെ കണ്ടുടനെ തന്നെ മുത്തശ്ശി നിനക്ക് ഏത് തരത്തിലുള്ള പെൺകുട്ടിയാണ് ഇഷ്ടം, ഞാൻ കുറെ പെൺകുട്ടികളെ നോക്കി വെച്ചിട്ടുണ്ട്, നീ ഉടനെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ചിന്ന ഉടനെ മുത്തശ്ശിയോട് മുത്തശ്ശി ഇനി എനിക്ക് വേണ്ടി ആരെയും നോക്കണ്ട, എനിക്ക് വേണ്ട ആളെ ഞാൻ തന്നെ കണ്ടെത്തി, അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അവളെ കൊണ്ടുവന്ന് മുത്തശ്ശി കാണിക്കാമെന്ന് പറയുന്നു. ഉടനെ മുത്തശ്ശി എന്തെങ്കിലും ആവട്ടെ, പെട്ടെന്ന് തന്നെ അവളെയും കൂട്ടി നിന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറയുന്നു.
ചിന്നും അതിന് ഓക്കെ പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് യോയോ ഒരു കവർ നിറയെ ക്യാരറ്റുമായിട്ട് ഒരു വലിയ ബംഗ്ലാവിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. ഇവൾ ആ വീട് കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കണം. കാരണം ഇതിന്റെ തലേ ദിവസം ഇവള് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു മുത്തശ്ശി പച്ചക്കറിയൊന്നും വാങ്ങാൻ പൈസ ഇല്ലാണ്ട് അതിനുള്ള കൂപ്പൺ ചുരുണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇവളെ കാണുന്നു. അങ്ങനെ ഇവൾക്ക് സങ്കടം തോന്നിയിട്ട് ആ ഒരു മുത്തശ്ശിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് കുറച്ച് ക്യാരറ്റും വാങ്ങി അവരുടെ അഡ്രസ്സ് തപ്പി ചെല്ലുന്നത്. പക്ഷെ ഇവക്കറിയില്ല അത് മിസ്റ്റർ ചിന്നിന്റെ മുത്തശ്ശിയാണെന്നുള്ള കാര്യം. അങ്ങനെ ഇത്രയും വലിയ വീട് കണ്ട് ആ മുത്തശ്ശി ഇത്രയും വലിയ കോടീശ്വരി ആയിരുന്നു എന്ന് ഇവളിങ്ങനെ ചിന്തിച്ച് പകച്ചു നിൽക്കാണ്. പക്ഷെ ആ സമയം തന്നെ അങ്ങോട്ടേക്ക് ഇവളുടെ എക്സും അവന്റെ ഗേൾഫ്രണ്ടും കൂടി എത്തുന്നു. അവനും ഇപ്പോ വലിയൊരു പണക്കാരൻ തന്നെയാണ്. ഉടനെ തന്നെ അവൻ ഇവളുടെ കയ്യിൽ പച്ചക്കറിയൊക്കെ ഇരിക്കുന്നത് കണ്ട് നിന്റെ തൂപ്പുജോലിയൊക്കെ കളഞ്ഞ് നീ ഇപ്പൊ പച്ചക്കറി കച്ചവടമായോ എന്ന് കളിയൊക്കെ ചോദിക്കുന്നു. അല്ല, കോടീശ്വരനായ മിസ്റ്റർ ചിന്നിന്റെ വീട്ടിലേക്ക് നീ എന്തിനാ വന്നത്? ഇവിടുത്തെ തൂപ്പുകാരെയോ ജോലിക്കാരെയോ കാണാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവര് പറയുമ്പോഴാണ് ഇത് ചിന്നിന്റെ വീടാണെന്ന കാര്യം തന്നെ ഇവൾക്ക് മനസ്സിലാവുന്നത്. ഇവളുടനെ അല്ല, ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുന്നു. അപ്പൊ അവനുടനെ ഫ്രണ്ട് ഇവിടുത്തെ തൂപ്പുകാരിയോ സെക്യൂരിറ്റിയോ ഒക്കെ ആയിരിക്കുമല്ലേ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നു. അങ്ങനെ ഇവരെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അവിടുത്തെ മെയിൻ അസിസ്റ്റന്റ് കടന്നു വരുന്നു. അയാളെ കണ്ടപ്പോ തന്നെ ഇവളുടെ എക്സ് ഞങ്ങൾ ഇന്ന് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മാഡത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. മാഡത്തിന് കൊടുക്കാനായിട്ട് ഒരുപാട് വില കൂടിയ ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിലപിടിപ്പുള്ള അവർ കൊണ്ടുവന്ന കുറെ ഗിഫ്റ്റുകൾ തുറന്നു കാണിക്കുന്നു. പക്ഷെ ഉടനെ തന്നെ അസിസ്റ്റന്റ് മാഡം ഇന്ന് ആരെയും കാണില്ല, നിങ്ങൾക്ക് പോകാം, പിന്നീട് എപ്പോഴെങ്കിലും വരാനായിട്ട് അവരോട് പറയുന്നു. പക്ഷെ അവര് പോകാൻ തയ്യാറാവുന്നില്ല, അവര് കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അസിസ്റ്റന്റ് ഉടനെ മര്യാദയ്ക്ക് ഉടനെ പോയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് പറഞ്ഞുവിടാൻ ഒരു മടിയില്ലെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഉടനെ തന്നെ ഇവളുടെ എക്സ് ഇവളോട് നീ ഇവിടെ തന്നെ നോക്കി നിൽക്കാം, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇട്ടുവന്ന് ഞങ്ങളെ തന്നെ കയറ്റി വിടുന്നില്ല, പിന്നെയല്ലേ ഒരു കേസ് ക്യാരറ്റ് ഇട്ടുവന്ന് നിന്നെയും പിടിച്ച് വലിയ കളി വേഗം ഇവിടുന്ന് പൊക്കോളാനായിട്ട് അവളോട് പറയുന്നു. അപ്പൊ അസിസ്റ്റന്റ് ഉടനെ യോയോയെ കണ്ടിട്ട് മാഡം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളെ മാത്രം അകത്തോട്ട് പോകാനായി അനുവദിക്കുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും ഷോക്കാവുന്നു. ഇവളാണെങ്കിൽ അകത്ത് പോകുന്നതിന് മുന്നേ ഇവര് രണ്ടുപേരെയും കളയാക്കിക്കൊണ്ടാണ് കയറി പോകുന്നതും. അങ്ങനെ അവളും അകത്തുപോയി ആ മുത്തശ്ശിയോട് നിങ്ങൾ ഇത്രയും വലിയ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവരും അതെ എന്ന് മറുപടി പറയുന്നു. അപ്പൊ ഇവളുടനെ ആ മുത്തശ്ശിയോട് പിന്നെ എന്താ മുത്തശ്ശി അന്ന് പച്ചക്കറിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങാതെ കൂപ്പൺ കൊടുത്ത് വാങ്ങി എന്ന് ചോദിക്കുന്നു. അപ്പൊ അവരുടനെ പൈസയൊന്നും അങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല, എന്റെ മരുമകൾക്ക് ഡൗറി എടുക്കാനുള്ളതാണെന്ന് പറയുന്നു. എന്നിട്ട് അവൾ ഉടനെ തന്നെ കൊണ്ടുവന്ന ക്യാരറ്റ് അവർക്ക് കൊടുക്കുന്നു. ആ മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാവുന്നു. അപ്പൊ ആ മുത്തശ്ശി അവൾക്ക് ഒരുപാട് വിലപിടിപ്പുള്ള ഡ്രസ്സും ചെരുപ്പും ആഭരണങ്ങളൊക്കെ സമ്മാനമായിട്ട് നൽകുന്നു. പക്ഷെ അവളാണെങ്കിൽ അത്രയും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും തനിക്ക് വേണ്ടാന്ന് പറയുന്നു. മുത്തശ്ശി ഉടനെ അതൊന്നും പറ്റില്ല, എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് അവളോട് പറയുന്നു. മുത്തശ്ശി അത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ അവളും അവിടെ കണ്ട ഒരു മോതിരം വിലക്കുറവായിരിക്കുമെന്ന് വിചാരിച്ച് അത് സെലക്ട് ചെയ്യുന്നു. മുത്തശ്ശിയും അവളോട് അത് എടുത്തോളാനായിട്ട് പറയുന്നു. എന്നിട്ട് അവളോട് പിന്നും നീ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം അസിസ്റ്റന്റ് വന്ന മുത്തശ്ശിയോട് മാഡം ചിൻ ഫാമിലിയുടെ മരുമകൾക്ക് ഇടാൻ വെച്ചിരുന്ന മോതിരം എവിടെ കാണുന്നില്ല, ആരും അടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നേ, പോലീസിനെ അറിയിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ മുത്തശ്ശി അതൊക്കെ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഓർത്ത് ആരും പേടിക്കണ്ടെന്ന് പറയുന്നു. വിലക്കുറവാണെന്ന് പറഞ്ഞ് അവൾ എടുത്തുകൊണ്ട് പോയ ആ ഒരു മോതിരം സത്യത്തിൽ മിസ്റ്റർ ചിന്നിന്റെ ഫ്യൂച്ചർ വൈഫിനുള്ളതാണ്. മുത്തശ്ശിക്ക് യോയോയെ വളരെയധികം ബോധിച്ചതുകൊണ്ടാണ് അവൾക്ക് ആ മോതിരം കൊടുത്തത്. മാത്രമല്ല ചിന്നിനെ ഇവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിയാങ് അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള റിങ് കാണിച്ചിട്ട് ഇത് മിസ്റ്റർ ചിന്നിന്റെ മുത്തശ്ശി അവൾക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു. അവളാണ് ഇനി ഇതിന്റെ എല്ലാം ഓണർ ആവാൻ പോകുന്നത്, ചിൻ ഫാമിലിയുടെ മരുമകളാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ ആ പൊട്ടിപ്പെണ്ണുങ്ങളും വിശ്വസിക്കുന്നു. മാത്രമല്ല ഇവളെങ്ങാനും അവിടുത്തെ മരുമകളായിട്ട് വന്നാൽ ഇവർക്ക് നിലനിൽപ്പ് ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ച് അവളെ നല്ല രീതിയിൽ തന്നെ അവർ സോപ്പിട്ട് പതപ്പിക്കുന്നുണ്ട്. അവളും അതൊക്കെ കേട്ട് കുളിരു കോരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് യോയോ വരുമ്പോ അവിടുത്തെ സ്റ്റാഫ് ദേ നോക്ക്, ഇനി സിയാങ് ആണ് ഇവിടുത്തെ ലേഡി ബോസ് ആവാൻ പോകുന്നത്, ചിൻ ഫാമിലിയുടെ മരുമകളാവാൻ പോകുന്നത്, നോക്കിയും കണ്ട് നിന്നാല് നിനക്ക് ഇവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെ വിരട്ടുന്നു. അവൾ അതൊന്നും മൈൻഡ് ചെയ്ത് പോവാൻ നോക്കുമ്പോൾ സിയാങ് അവളെ വിടാതെ എനിക്കറിയാം ചിന്നിന്റെ മുകളിൽ നിനക്കൊരു കണ്ണുണ്ടെന്ന്, പക്ഷെ എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിന് എന്നെയാ ഇഷ്ടം, അദ്ദേഹത്തിന്റെ ഫാമിലിയും എന്നെയാ സെലക്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കയ്യിലുള്ള മോതിരം കാണിച്ച് ഷോ കാണിക്കുന്നു. ആ മോതിരം കാണുന്ന യോയോ തന്റെ കയ്യിലും ഇതുപോലുള്ള ഒരു മോതിരമാണല്ലോ ഉള്ളത്, അത് തനിക്കല്ലേ മുത്തശ്ശി തന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ കയ്യിലുള്ളത് ഫേക്ക് ആയിട്ടുള്ള മോതിരമാണ്, എന്റെ അടുത്താണ് ഒറിജിനൽ ഉള്ളതെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ഒരു മോതിരം എടുത്ത് അവരെ കാണിക്കുന്നു. ഇത് കണ്ട് സിയാങ് ഒന്ന് പതറുന്നു. കാരണം അവളുടെ കയ്യിലുള്ളത് അവൾ ഉണ്ടാക്കിയ ഫേക്ക് ആയിട്ടുള്ള മോതിരം തന്നെയാണല്ലോ. ചിൻ ഫാമിലിക്ക് എന്തായാലും ഒരു മോതിരമേ ഉള്ളൂ, ഇതാര് പറഞ്ഞതാണ് സത്യം ഒന്ന് ഇവരാകെ കൺഫ്യൂഷൻ ആവുന്നു. എങ്കിലും യോയോട് തവരും നമുക്കറിയാം നീയാണ് ഫേക്ക് ആയിട്ടുള്ള റിങ് കൊണ്ടു കിടക്കുന്നത്, നീ ആ ഫാമിലിയിൽ കയറി പറ്റാൻ തക്കം പറഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവര് സിയാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവര് പറയുമ്പോഴാണ് ആ ഒരു മോതിരത്തിന് ഇത്രയും വലിയ വിലയുണ്ടെന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവള് മുത്തശ്ശിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ചിന്നും കടന്നു വരുന്നു. ഉടനെ ആ സ്റ്റാഫ് പെണ്ണ് അവനോട് സാർ ഇവള് മഹാകള്ളിയാണ്, നിങ്ങളുടെ
ഫാമിലി മോതിരമാണെന്ന് പറഞ്ഞ് ഫേക്ക് ആയിട്ടുള്ള ഒരു റിങ് കാണിച്ച് എല്ലാവരെയും പറ്റിക്കാണ്. പക്ഷെ ഒറിജിനൽ മോതിരം മുത്തശ്ശി സിയാങ്ങിനാണ് കൊടുത്തതെന്ന് പറയുന്നു. ഉടനെ ചിൻ സിയാങ്ങിനോട് നിനക്ക് ഈ റിങ് മുത്തശ്ശിയാണോ തന്നതെന്ന് ചോദിക്കുന്നു. അതിനവള് ഒരു ഉളുപ്പില്ലാതെ അതെ എനിക്ക് മുത്തശ്ശിയാണ് തന്നതെന്ന് പറയുന്നു. ഇവളെ മനസ്സിൽ വിചാരിക്കുന്നത് ചിന്നിന് മുത്തശ്ശി അധികം എങ്ങോട്ട് പോകാറില്ല, ഇപ്പൊ അവരിങ്ങോട്ട് വരാനും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് ഇവനെ പറ്റിക്കാന്നാണ്. യോയോയും അവളുടെ കയ്യിലുള്ള റിങ് കാണിച്ച് സിയാങ്ങിന് അടുത്തുള്ളത് ഫേക്ക് ആയിട്ടുള്ള റിങ് ആണ്, യഥാർത്ഥ മോതിരം മുത്തശ്ശി എനിക്കാണ് തന്നതെന്ന് പറയുന്നു. രണ്ടുപേരുടെ കയ്യിൽ മോതിരം ഉള്ളത് കൊണ്ട് തന്നെ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് ചിൻ ആകെ പടെ കൺഫ്യൂഷൻ ആവുന്നു. അപ്പൊ കറക്റ്റ് സമയം തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ആരും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നു. എന്നിട്ട് സിയാങ്ങിന്റെ അടുത്ത് നിനക്ക് ആരാണ് ഈ മോതിരം തന്നതെന്ന് ചോദിക്കുന്നു. ഇവളാണെങ്കിൽ ചിന്നിനെ മുത്തശ്ശി ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. ഉടനെ ഇവൾ അവരോട് എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് ഒരു മര്യാദയിലാണ് ചോദിക്കുന്നു. ചിന്നും ഇത് കേട്ട് ഷോക്ക് ആവുന്നു. ഉടനെ അവള് ചിന്നിന്റെ അടുത്തേക്ക് ചെന്ന് ദേ നോക്ക് സർ, ഇത് വല്ല ബന്ധുക്കാരോ ആണെന്നാ തോന്നുന്നേ, ഓഫീസിലേക്കാണോ ഇവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്, ഇപ്പൊ തന്നെ ഇവളെയൊക്കെ പറഞ്ഞുവിട് എന്ന് പറയുന്നു. പക്ഷെ ഉടനെ ചിൻ മുത്തശ്ശി എനിക്ക് വേണ്ടി നിങ്ങൾ ആരെയാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഇവളെയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് യോയോ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഉടനെ തന്നെ മുത്തശ്ശി എടാ പൊട്ട ഞാനും ഇവളെ തന്നെയാണ് നിനക്ക് കണ്ടെത്തിയതെന്ന് സന്തോഷത്തോടെ പറയുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താലോ എന്നും ചോദിക്കുന്നു. ഇവർ ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം മുത്തശ്ശിക്ക് അറിയില്ല. അപ്പൊ ചിന്ന ഉടനെ തന്നെ അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം മുത്തശ്ശി എന്ന് പറയുന്നു. ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് സിയാങ്ങിന് മിസ്റ്റർ ചിന്നിന്റെ മുത്തശ്ശിയാണെന്ന കാര്യം തന്നെ മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ ഇവള് ഇത് ചിന്നിന്റെ മുത്തശ്ശിയായിരുന്നു എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ യോയോ നീയല്ലേ പറഞ്ഞത് നിന്റെ കയ്യിൽ എടുക്കുന്ന മോതിരം മുത്തശ്ശിയാണ് തന്നതെന്ന്, ആ മുത്തശ്ശിയെ തന്നെ നീ ഇപ്പോഴാണോ കാണുന്നത്, ഓ ഇനി നിങ്ങൾ ഓൺലൈൻ ഫ്രണ്ട്സ് വല്ലതും ആണോ എന്നൊക്കെ ചോദിച്ച് അവളെ വട്ടുപിടിപ്പിക്കുന്നു. സിയാങ്ങിനാണെങ്കിൽ അവളെ കള്ളത്തിന് നല്ല രീതിയിൽ തന്നെ പൊട്ടിപ്പോയെന്ന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ അവള് ഒന്നും പറയാനില്ലാണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതിനുശേഷം യോയോ ആ വില കൂടിയ മോതിരം എനിക്ക് ഇത് വേണ്ട മുത്തശ്ശി എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ മുത്തശ്ശി അത് വാങ്ങാതെ ഇത് ചിൻ ഫാമിലിയുടെ മരുമകൾക്കുള്ള മോതിരമാണ്, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അതുപോലെ തന്നെ എന്റെ പേരക്കുട്ടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് ഇവളെ ഏൽപ്പിക്കുന്നു. ഉടനെ ചിന്നും ആ മോതിരം എടുത്ത് അവളുടെ വിരലിൽ ഇട്ട് കൊടുക്കുന്നു. മുത്തശ്ശിക്കും ചിന്നിവളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം മനസ്സിലാവുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ചിന്ന അവളെയും കൂട്ടി ഒരു വലിയ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാനായി വിളിച്ചുകൊണ്ട് പോകുന്നു. അവളാണെങ്കിൽ അത്രയും വലിയ റെസ്റ്റോറന്റിലേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത്. അവിടുത്തെ ഓരോ ഡിഷിനെയും വില കണ്ട് ഇവളാകെ പടെ ഷോക്കാവുന്നു. പെട്ടെന്ന് തന്നെ ഇവള് എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചിന്നിനോട് ചോദിക്കുന്നു. പിന്നെ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് തന്നെ അവൻ ഫുഡ് കഴിക്കാനായി പോകുന്നു. അവളാണെങ്കിൽ ബില്ല് എത്രയാവും, ഇയാളുടെ കയ്യിൽ ഇനി കൊടുക്കാൻ പൈസ ഉണ്ടാവോ, അതോ ഇനി എന്റെ അടുത്ത് വല്ലതും കൊടുക്കാൻ പറയൂ, ആരോടെങ്കിലും കടം ചോദിക്കാന്ന് വെച്ചാൽ ഇത്രയും രൂപ കടം തരാനുള്ള ഒരു ബന്ധു എനിക്ക് ഇല്ലല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ച് പെറുപെറുത്ത് ടെൻഷനായിട്ടാണ് ഇവള് വരുന്നത്. ഇവളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്നും കേട്ട് ചിരിക്കുന്നു. അതിനുശേഷം ചിൻ മെനു കാർഡ് എടുത്ത് അവളെ കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാനായി പറയുന്നു. അതിൽ ഓരോ ഡിഷിന്റെയും വില കണ്ട് കണ്ണു തള്ളി എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോളൂ എന്ന് അവൾ അവനോട് പറയുന്നു. സത്യത്തിൽ അവൾക്ക് വാങ്ങി കഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ബില്ല് പേ ചെയ്യേണ്ടി വന്നാലോ എന്നോർത്തിട്ടാണ് വാങ്ങാത്തത്. എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചിന്ന ഒരു ബാധ ഡിഷ് ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് ഇവൻ അവളോട് നീ പേടിക്കേണ്ട, ഞാൻ തന്നെ ബില്ലെല്ലാം പേ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോഴാണ് അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്. ഉടനെ തന്നെ പോയ വെയിറ്റർ തിരിച്ചു വിളിപ്പിച്ച് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം അവൾ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ കറക്റ്റ് സമയം തന്നെ യോയോടെ കൂടെ പഠിച്ച ഒരു അഹങ്കാരി പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഇവളെ കണ്ട അവള് നിന്നേക്കാരാ ഇത്രയും വലിയ ഹോട്ടലിൽ കയറ്റി വിട്ടത് എന്ന് ചോദിക്കുന്നു. അതിനെ യോയോ അവളോട് അതിന് നീ ഏതാ, എനിക്ക് നീ ആരാന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് അവളെ ഇൻസൾട്ട് ചെയ്യുന്നു. അപ്പൊ ഇവൾ ഉടനെ നിനക്കെന്നെ അറിയില്ലെങ്കിൽ ഉടനെ തന്നെ അറിഞ്ഞോളും, ഞാനാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ചിൻ ഗ്രൂപ്പിന്റെ ഓണറെ കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇതാണ് ചിൻ എന്ന് പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഇവളുടനെ ഇവനൊരിക്കലും ചിൻ ഗ്രൂപ്പിന്റെ സിഇഒ ആവാൻ വഴിയില്ല, അദ്ദേഹം നല്ല ഹാൻസം ആണെന്ന് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോഴീ പെണ്ണ് വിടാതെ അതിന് നിനക്കെന്തറിയാം, നിന്റെ എക്സ് നീ ഒരു ഏഴാംകുലി ആയതുകൊണ്ടല്ലേ നിന്നെ കളഞ്ഞിട്ട് പോയത്, അവനിപ്പോ ഒരു കോടീശ്വരനാ, മാത്രമല്ല കോടീശ്വരിയായ ഒരു കാമുകി അവനിപ്പോ ഉണ്ട്, നീ ഇപ്പൊ ആരെ പരിചയം ഇവിടെ തിന്നോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളെ കളിയാക്കുന്നു. ഇത് കേട്ടോണ്ട് വരുന്ന ചിൻ ഉടനെ തന്നെ പോയി അവളുടെ ബോയ് ഫ്രണ്ടിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. അവൻ തറയിലും ചെന്ന് വീഴുന്നു. പെട്ടെന്ന് അവൻ ചാടി എണീച്ച് നീ എന്നെ അടിക്കാറായോ, ഞാൻ ആരാണെന്ന് കരുതി എന്നെ നീ തൊട്ടെ, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവനടുത്ത് സെക്യൂരിറ്റീസിനെ വിളിക്കുന്നു. എന്നിട്ട് അവരോട് ഞാനാണ് മിസ്റ്റർ ചെൻ, ഇവനെ മര്യാദയ്ക്ക് പിടിച്ച് ഇവിടെ കെട്ടിയിടാനായിട്ട് ഓർഡർ ചെയ്യുന്നു. ഉടനെ യോയോട് ആ ഫ്രണ്ട് നിന്റെ അലവലാതി ബോയ് ഫ്രണ്ടിനെ ഗതി ഇപ്പൊ കാണാടി എന്നൊക്കെ പറഞ്ഞ് ഇവളെ കളിയാക്കുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് വന്ന സെക്യൂരിറ്റീസ് ആദ്യം ഈ പെണ്ണിനിട്ടാണ് ഒരെണ്ണം പൊട്ടിക്കുന്നത്. അവര് പറയുമ്പോഴാണ് ചിൻ ഗ്രൂപ്പിന്റെയും ഈ ഹോട്ടലിന്റെ ഓണർ യോയോയുടെ ഹസ്ബൻഡ് ആണെന്ന കാര്യം ഈ പെണ്ണിനെ മനസ്സിലാവുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ഡ്യൂപ്ലിക്കേറ്റ് കാമുകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ചിന്നിന്റെ സെക്യൂരിറ്റീസ് അവനെ പിടികൂടുന്നു. സത്യത്തിൽ അവളുടെ ബോയ് ഫ്രണ്ട് അവൻ ചിൻ ഗ്രൂപ്പിന്റെ സിഇഒ ആണെന്ന് പറഞ്ഞ് ഇത്രയും നാളെ ഇവളെ ചതിക്കായിരുന്നു. അത് വിശ്വസിക്കാനാവാതെ ഈ പെണ്ണ് അവിടെ പതറി വീഴുന്നു. അപ്പൊ യോയോ ഉടനെ ഇവളോട് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇത് മിസ്റ്റർ ചിന്നൊന്നും അല്ലെന്ന്, നിനക്ക് അത് തന്നെ വേണം, നിനക്ക് അത് ആവശ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യോയോ അവളെ നല്ല രീതിയിൽ തന്നെ കളിയാക്കുന്നു. അതൊക്കെ കണ്ട് ചിന്നും രസിച്ച് നിൽക്കാണ്.
അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടി യോയോടെ ഒരു ക്ലാസ് റിയൂണിയൻ ആയിട്ട് പോകുന്നു. അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ ഇവള് ചിന്നിന്റെ അടുത്ത് ഞാനിപ്പോ അകത്ത് പോയി കഴിഞ്ഞാൽ എന്നെ അവിടെയുള്ള എല്ലാവരും തൂപ്പുകാരി തുടപ്പുകാരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. മാത്രമല്ല എന്റെ എക്സും അവിടെ ഉണ്ടാവും, അവന്റെ ഷോയും കാണണം, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കംഫർട്ടബിൾ ആയിരിക്കോ, ഓക്കെ ആണോ എന്നൊക്കെ ഇവള് ചോദിക്കുന്നു. അപ്പൊ ചിന്നോടനെ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല, എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് നിൽക്ക് ഒരു പഴയ ഓർമ്മ വരുന്നു. ഇവല്ല ചെറുതിലെ ഒരു ദിവസം ഒരു പാവം പയ്യൻ അവനെ ഉപദ്രവിക്കാൻ വരുന്ന പിള്ളേരെ പേടിച്ച് വിറച്ചു നിൽക്കുന്നത് കാണുന്നു. ഇവൾ ഉടനെ തന്നെ അവന്റെ അടുത്ത് ചെന്നിട്ട് നീ പേടിക്കേണ്ട, അവരെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തരാമെന്നും അവനോട് പറയുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് അവനെ ഉപദ്രവിക്കാനായിട്ട് കുറച്ച് പിള്ളേരും കടന്നു വരുന്നു. ഉടനെ തന്നെ ഇവള് മുന്നിൽ കയറി നിന്ന് ഇവനെ തൊട്ട് കഴിഞ്ഞാൽ നീയൊക്കെ വിവരം അറിയുന്നു പറഞ്ഞ് അവന്മാരെ വിരട്ടുന്നു. അവരും ഇവളെ പേടിച്ച് ഇവനെ ഉപദ്രവിക്കാണ്ട് ഓടിപ്പോകുന്നു. അതിനുശേഷം ഇവൾ അവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചതിന്റെ കാശും വാങ്ങുന്നു. ആ ഒരു പയ്യൻ വേറെ ആരും ആയിരുന്നില്ല, മിസ്റ്റർ ചിൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവളോട് നേരത്തെ അവൻ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്, ഇതിനു മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോ ഇവൾക്കും അത് മനസ്സിലായി. നിങ്ങളാണോ ആ പയ്യനെന്ന് ചിന്നിനോട് ചോദിക്കുന്നു. ഇവൻ മറുപടി പറയുന്നതിന് മുന്നേ തന്നെ ഇവളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഇവളെ കണ്ട് പുച്ഛത്തോടെ ഓ നീ എത്തിയോ, ഇതാരാ കൂടെ ഉള്ളത്, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ, കാണാനൊക്കെ ഹാൻസം ആണ്, പക്ഷെ ജോലിയും കൂലിയൊന്നും കാണില്ലല്ലേ, നിന്റെ എക്സ് ബോയ് ഫ്രണ്ടും അകത്തെത്തിയിട്ടുണ്ട്, അവന്റെ കൂടെ ഒരു പണക്കാരി പെണ്ണുണ്ട്, അവനിപ്പോ റിച്ച് ആയതുകൊണ്ട് തന്നെ നീ അവനെ കളഞ്ഞിട്ട് പോയതിൽ ഖേദിക്കുന്നുണ്ടായിരിക്കും അല്ലേ, എന്തൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അവനവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആ പെണ്ണ് യോയോയെ നല്ല രീതിയിൽ താഴ്ത്തി കെട്ടുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ചിൻ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് ഇവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഉടനെ മറ്റേ പെണ്ണ് എന്തെങ്കിലും ചോദിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ അവൾ അവിടെ നിന്ന് അകത്തോട്ട് പോകുന്നു. അങ്ങനെ ഇവള് അകത്തേക്ക് വരുമ്പോ ഇവളുടെ എക്സും അവന്റെ ഗേൾ ഫ്രണ്ടും അതേപോലെ അവരുടെ കൂടെ പഠിച്ച കൂടിയവരും കുറഞ്ഞവരും എല്ലാവരും ഉണ്ട്. അപ്പൊ ആ ഒരു ക്ലാസ്മേറ്റ് പെണ്ണ് വന്ന് ഇവളോട് പണക്കാർക്കും പാവപ്പെട്ടവർക്കൊക്കെ രണ്ട് സൈഡിലാണ് സീറ്റ്, നീ പാവപ്പെട്ടവളാണല്ലോ, അതുകൊണ്ട് തന്നെ നീ അവിടെ പോയി അവരോട് ഇരിക്കാനായിട്ട് പറയുന്നു. ഇവളൊരു മടിയില്ലാണ്ട് അവരുടെ അടുത്ത് പോയി ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ഇവളുടെ എക്സിന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെയും ഓർണമെന്റ്സിന്റെയും വില എടുത്തു പറഞ്ഞ് ഇവളുടെ മുന്നിൽ ഷോ കാണിക്കുന്നു. മാത്രമല്ല ഇവന്റെ എക്സ് അവൾക്ക് എന്നെ കിട്ടാത്തതിൽ നല്ല അസൂയുണ്ടെന്ന് പറഞ്ഞ യോയോയെ വീണ്ടും പീറ്റി കയറ്റുന്നു. അപ്പൊ ഇവൾ എടുത്ത വായിൽ തന്നെ നിന്നെ കണ്ട് അസൂയ തോന്നാൻ വേണ്ടിയിട്ടൊന്നും നീ വളർന്നിട്ടില്ലെന്ന് പറയുന്നു. യോയോയുടെ നാക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവനക്ക് വയ്യാത്തോണ്ട് തന്നെ ഉടനെ തന്നെ അവനൊരു വില കൂടിയ ബ്രേസ്ലെറ്റ് എടുത്ത് അവന്റെ ഗേൾ ഫ്രണ്ടിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗിഫ്റ്റ് ചെയ്യുന്നു. അതും കൂടി ആയപ്പോ പിന്നെ പറയണ്ട, ആ പെണ്ണ് തറയിലൊന്നും നിൽക്കാതെ ഇവളെ വീണ്ടും കളിയാക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോ കറക്റ്റ് സമയം തന്നെ ചിൻ മാസായി അങ്ങോട്ടേക്ക് വന്ന് ഇവൻ അവൾക്ക് കൊടുത്തതിനേക്കാൾ 4 ഇരട്ടി വില കൂടെ ഒരു ബ്രേസ്ലെറ്റ് യോയോയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് കണ്ട് ഷോക്കായ എക്സ് ഈ ബ്രേസ്ലെറ്റ് തനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്, ഇത് ചിൻ ഫാമിലിയുടെ തല്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ ചിൻ അതെ ഇത് ചിൻ ഫാമിലിയുടെ തന്നെയാണ്, ഞാനാണ് ചിൻ ഗ്രൂപ്പിന്റെ CEO എന്നുകൂടി പറയുമ്പോൾ ലോൻ ആകെ പാടെ ഷോക്കാവുന്നു. മാത്രമല്ല നിങ്ങൾ എന്റെ വൈഫിനെയാണ് ഇത്രയും നേരം അപമാനിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ നിന്റെ കമ്പനിയായിട്ടുള്ള എല്ലാ കോൺട്രാക്ടും ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് പി എടുത്ത് അതിനുള്ള ഓർഡറും കൊടുക്കുന്നു. ഇതും കൂടി കേട്ടപ്പോ എക്സിന്റെ ബോധം പോയി അവൻ അവിടെ തന്നെ കൊഴിഞ്ഞു വീഴുന്നു. എന്നിട്ട് ചിന്ന അവിടെ നിന്ന് അവളെയും കൂട്ടി പുറത്തേക്ക് വരുന്നു. തന്റെ എക്സിനിട്ട് ഇത്രയും നല്ലൊരു പണി കൊടുത്തതിൽ ഇവള് തുള്ളിച്ചാടി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നും ഇവള് ഹാപ്പി ആയിരിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവള് മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ആ എക്സും അവന്റെ ഗേൾ ഫ്രണ്ടും കൂടി വരുന്നു. എന്നിട്ട് ഇവളോട് ഇന്നലെ നീ ആരെയും കൊണ്ടുവന്ന എന്റെ മുന്നിൽ ഷോ കാണിച്ച് എന്റെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് ചിൻ ഗ്രൂപ്പ് വേണ്ടാന്ന് നോക്കുന്നു പറഞ്ഞിട്ട് അയാൾ പറഞ്ഞതുപോലെ ഇതുവരെ എന്റെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് ചിൻ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തിട്ടില്ല, അതിനർത്ഥം നീ യഥാർത്ഥ CEO അല്ല അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് കാണിച്ചു. ഇത് കണ്ടോ, ഇത് ചിൻ ഫാമിലിയേക്കാൾ വലിയൊരു കമ്പനിയുടെ പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ്, ഞാൻ അവിടെ പോയി അവരുടെ കോൺട്രാക്ട് എല്ലാം ഏറ്റെടുത്ത് ചിൻ ഗ്രൂപ്പിനേക്കാൾ വലിയൊരു കോടീശ്വരനാകുമെന്ന് പറയുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ഇവൾക്ക് ചിൻ ഗ്രൂപ്പിനേക്കാൾ വലിയ കമ്പനിയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നു. അവര് പോയി കഴിയുമ്പോൾ മുത്തശ്ശി അവളോട് ആ ഒരു പാർട്ടിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. അവള് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മുത്തശ്ശി നിർബന്ധിച്ച് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ പിറ്റേന്ന് അവള് ആ പാർട്ടിക്ക് പോകുന്നു. അവള് ചെന്ന ഉടനെ തന്നെ ഫുഡ് അടി തുടങ്ങുന്നു. അല്ലാണ്ട് അവിടെ എന്ത് ചെയ്യാനാ, അവിടെ തന്നെ ഇവന്റെ എക്സും അവന്റെ ഗേൾ ഫ്രണ്ടും ഒക്കെയുണ്ട്. അപ്പൊ കറക്റ്റ് സമയം തന്നെ ചിൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ചിന്നിനെ കണ്ട ഉടനെ തന്നെ ഇവനിക്ക് നല്ല ദേഷ്യം വന്ന് ഈ ഫ്ലോർ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിച്ച് ഇവനെ അടിക്കാനായിട്ട് വരുന്നു. പക്ഷെ അടിക്കാൻ വന്നവനാണ് അടി കൊണ്ട് തറയിൽ വീഴുന്നത്. ഉടനെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് മര്യാദയ്ക്ക് കളനെ പിടിച്ച് പുറത്തു തല്ലാനേ എല്ലാവരോടും പറയുന്നു. പക്ഷെ അവരെല്ലാവരൊക്കെ നിങ്ങൾ എന്താണ് പറയുന്നത്, ആരോടാണ് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത് മിസ്റ്റർ ചിൻ ആണെന്ന് പറയുമ്പോഴാണ് കാമുകരും കാമുകയും പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത്. പിന്നെ അവർക്കൊന്ന് സംസാരിക്കാനില്ലാണ്ട് വാ അടച്ചു നിൽക്കുന്നു. ഉടനെ തന്നെ ചിൻ അവനോട് നിന്റെ പ്രോജക്റ്റ് ഒക്കെ ഞാൻ ഇന്ന് തന്നെ ക്യാൻസൽ ആക്കി തരാം, ഇനി മുതൽ നിന്റെ കമ്പനിക്ക് എന്റെ ഒരു കമ്പനിയായിട്ടും കൊളാബ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഇവന്റെ അവസ്ഥ പറയണ്ടല്ലോ, അവൻ ആകെ പാടെ തകർന്നു പോകുന്നു. കാരണം ചിന്നുവിനായിട്ടുള്ള കോൺട്രാക്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും മറ്റു കമ്പനികൾ ഇവനോട് ചേർന്ന് പ്രവർത്തിക്കില്ല. പക്ഷെ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ യോയോടെ നല്ല ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവള് ശബ്ദം കേട്ട് ഇവിടെ ചിന്നിനെ കാണുന്നു. അവളപ്പോ ഓടി വന്ന് നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ഇത് നിങ്ങളെക്കാൾ വലിയൊരു കമ്പനിയാണ്, അവരുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് നല്ല പണി കിട്ടും, നമുക്ക് ഇവിടെ രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവനെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇവള് ഓടുന്നു. അവന് പറയാനായിട്ട് ഒരു ഗ്യാപ്പ് പോലും ഇവള് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു മാറി ചെന്നിട്ട് എങ്ങനെയൊക്കെ
അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് വേറെ പണിയില്ലേ, എവിടെയെങ്കിലും വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവള് ചിന്നിനെ വഴക്ക് പറയുന്നു. ഉടനെ ചിൻ, അതെ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിന്ന് കേൾക്ക്, ഈ പാർട്ടി നടത്തുന്നത് വേറെ ആരുമല്ല, അത് എന്റെ ഫാമിലി തന്നെയാണ്. എന്നേക്കാൾ വലിയ കമ്പനി ഉള്ളത് മറ്റാർക്കും അല്ല, അതിന്റെ മുത്തശ്ശിക്ക് തന്നെയാണെന്നും പറയുന്നു. എന്ന് വെച്ചാൽ അതും ഇവന്റെ കമ്പനി തന്നെയാണ്. ഇത് കേൾക്കുന്ന ഇവള്, ഇത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ പറയാമേലായിരുന്നു, ഇമാതിരി ഓട്ടോ ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിന്നിനെ അവള് വീണ്ടും വഴക്ക് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ ഓഫീസാണ്. അവിടെ സിയാങ്ങും അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ടും ഇപ്പോഴും ആ കമ്പനിയിലുണ്ട്. കാരണം ഈ സിയാങ്ങിന്റെ അച്ഛൻ മിസ്റ്റർ ചുന്നുമായിട്ട് വളരെയധികം ക്ലോസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അവള് അവിടെ ഉള്ളത്. അത് ഉപയോഗിച്ച് റെക്കമെൻഡ് ചെയ്ത് മറ്റേ പെണ്ണെയും അവൾ അവിടെ തന്നെ നിർത്തുന്നു. അങ്ങനെ അവളെ യോയോയെ വിളിപ്പിച്ച് ഒരു ഫയൽ കൊടുത്തിട്ട് അത് അവളോട് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നു. ഇവൾക്ക് ഈ ഫയലൊന്നും പരിശോധിച്ച് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ അതിൽ എന്തെങ്കിലും തെറ്റൊക്കെ വരുത്തി കഴിഞ്ഞാൽ ചിൻ അവളെ അത് ഉപയോഗിച്ച് പുറത്താക്കും. അങ്ങനെ ചിൻ ആ ഫയലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതാരാ പരിശോധിച്ചെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ സിയാങ് ദേ ഇവളാണ് അത് കറക്റ്റ് എന്ന് പറഞ്ഞ് യോയോയെ ചൂണ്ടിക്കാണിക്കുന്നു. എനിക്കറിയാം അവൾക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ വിവരമില്ലെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കുറച്ച് ഉയർത്തിക്കൊണ്ട് വരാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. ഇവൾ എത്രയും വലിയ മണ്ടത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് യോയോയെ ഇവളെ കളിയാക്കി സംസാരിക്കുന്നു. അപ്പൊ ചിന്ന ഉടനെ തന്നെ എന്റെ സെക്രട്ടറി ആയിട്ട് നീ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്, അപ്പൊ ഈ ഫയല് നീ അല്ലേ നോക്കേണ്ടത്, നീ എന്തിനാ അവളെ ഇത് ഏൽപ്പിക്കാൻ പോയത്, എങ്കിൽ പിന്നെ നീ ഇന്ന് മുതൽ ഇവിടെ ക്ലീനർ ആയിട്ട് ഇരിക്കുക, അവളെ ഞാൻ എന്റെ സെക്രട്ടറി ആക്കിക്കോളാം എന്നും പറയുന്നു. ഇത് കേട്ട് സിയാങ് ഒന്ന് പതറുന്നു. സർ എന്തായി പറയുന്നത്, ഞാൻ ക്ലീനറായി ജോലി ചെയ്യണമെന്നോ, എന്റെ അച്ഛൻ നിങ്ങൾക്ക് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തത് അതല്ല ഇത്ര പെട്ടെന്ന് മറന്നു എന്ന് ചിന്നിനോട് ചോദിക്കുന്നു. അപ്പൊ ചിന്ന ഉടനെ തന്നെ നോക്ക്, ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു വരാതിരിക്കുന്നതിന് ഒരേ ഒരു കാരണം അത് നിന്റെ അച്ഛനാണ്. ഇതിന് ശേഷവും നീ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ ഞാൻ എന്തായാലും നിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവരും, ആരെയും നോക്കില്ല എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ യോയോ അവളെ കളിയാക്കി ചിരിക്കുന്നു. അങ്ങനെ സിയാങ് പോയതിനു ശേഷം ചിന്ന അവളോട് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു ഈ ഓഫീസിലെ എന്റെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി, ആരുടെയും അസിസ്റ്റന്റ് ആവാൻ പോകരുതെന്ന്. ഉടനെതിന് അവള് ഞാൻ എത്രയാന്ന് വെച്ചാൽ ഇവിടെ ബോറടിച്ചിരിക്കുക, പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യാൻ കിട്ടിയപ്പോ അതെങ്കിലും ആവട്ടെ എന്ന് കരുതി ചെയ്തതാണെന്ന് പറയുന്നു. ഉടനെ തന്നെ ചിൻ ഓ നിനക്ക് വെറുതെ ഇരിക്കുന്നതാണോ ബുദ്ധിമുട്ട്, എങ്കിൽ ഞാൻ നിനക്കൊരു ജോലി തരാം, ഇന്ന് വൈകിട്ട് ഒരു ഡിന്നർ പാർട്ടി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് അവിടെ പോകാമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇവളും ഹാപ്പി ആവുന്നു. ഇവര് രണ്ടുപേരും ഇതുപോലെ സംസാരിക്കുന്നത് സിയാങ് പുറത്തു നിന്ന് ഒളിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഇവള് ഇത്രയും നാളും എല്ലാ ബിസിനസ് പാർട്ടിക്കും എന്നെയായിരുന്നു നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ ഇവളെ കിട്ടിയപ്പോ നിങ്ങൾ എന്നെ കളഞ്ഞല്ലേ, എന്തായാലും ആ ബിസിനസ് പാർട്ടിക്ക് ഞാൻ തന്നെ നിങ്ങളോടൊപ്പം വരും, ആ തോപ്പുകാര്യം കൊണ്ട് പോകുന്നത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവള് കുരുട്ട് ബുദ്ധി പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം യോയോ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിയാങ് വന്നിട്ട് ഇവളോട് ചിന്നിന്റെ കാർ ആക്സിഡന്റ് ആയി, ദേ ഇപ്പോ ചിന്നിന്റെ പി എന്നെ കോൾ ചെയ്ത് വെച്ചതേ ഉള്ളൂ, ചിന്നിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അത് വിശ്വസിച്ച് ഈ പെണ്ണ് പെട്ടെന്ന് ചിന്നിനെ തിരക്കി ഇറങ്ങി ഓടുന്നു. അതിനുശേഷം സിയാങ് ചിന്നിനോടൊപ്പം പാർട്ടിക്ക് പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കാണ്. എന്നിട്ട് ചിന്നിന്റെ അടുത്ത് വന്ന് നമുക്ക് പാർട്ടിക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ ചിൻ ഇല്ല, അതിന് ഞാൻ യോയോയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു. എടുത്ത വാലിൽ തന്നെ അവളൊന്നും പാർട്ടിക്ക് വന്നാലും ശരിയാവില്ല, അവൾക്ക് അതിനുള്ള ധൈര്യം പോലും ഇല്ല, അവൾ എപ്പോഴും ഇവിടുന്ന് മുങ്ങി, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളോടൊപ്പം വരാമെന്ന് പറയുന്നു. ചിന്ന ഉടനെ തന്നെ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ചിൻ യോയോയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവൾക്ക് അറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ചിൻ ഫോൺ നോക്കുമ്പോൾ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഉടനെ തന്നെ ഫോൺ എടുത്ത് പിയെ വിളിച്ചിട്ട് യോയോ എവിടെയാണെന്ന് അന്വേഷിക്കാനായി പറയുന്നു. പക്ഷെ ഇവിടെ ഇവളാണെങ്കിൽ ഓഫീസിനടുത്തുള്ള എല്ലാ റോഡും പരിശോധിച്ച് എവിടെയെങ്കിലും ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും തന്നെ അവൾക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ കറക്റ്റ് സമയം തന്നെ പിയെ ഇവളെ കാണുന്നു, ഇവളും പിയെ കാണുന്നു. ഉടനെ തന്നെ പിയെ സാർ മാഡം എന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ചിന്നിനെ ഇൻഫോം ചെയ്യുന്നു. ഉടനെ തന്നെ ഇവൾ ഓടി വന്ന അയാളോട് അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്, ഇപ്പൊ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ എന്താണ് മാഡം പറയുന്നത്, സാറിന് ഒരു കുഴപ്പമില്ല, അദ്ദേഹം ഓക്കെ ആണെന്ന് പിയെ പറയുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ചിന്നും ഓടി വരുന്നു. ഉടനെ തന്നെ ഇവൾ അവനോട് ഞാൻ എന്തോരം പേടിച്ചു, നിങ്ങൾക്ക് ആക്സിഡന്റ് ആയെന്നാ ഞാൻ വിചാരിച്ചേ, നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ തന്നെ ഇവനും എനിക്കൊന്നും പറ്റില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നു. എന്നിട്ട് അവന്റെ ലൊക്കേഷൻ ഓണാക്കി അവൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇനി എവിടെ ഉണ്ടെങ്കിലും അത് നിനക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവളാണെങ്കിൽ ഇത്രയും നേരം ഇവനെ തപ്പി അലഞ്ഞ് നടന്നത് കൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ച് ബോധം പോയി അവന്റെ മോളിൽ കൂടെ വീഴുന്നു. പെട്ടെന്ന് തന്നെ ഇവൻ അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് നൈറ്റ് ഫുള്ള് അവൻ ഉറങ്ങാണ്ട് അവൾക്ക് കാവലിരിക്കുന്നു. രാവിലെ ഇവള് കണ്ണു തുറക്കുമ്പോൾ ഉടനെ തന്നെ അവൾക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവൻ ഓക്കെ ആണെന്ന് ചോദിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവനെ ഇവള് അവിടെ കണ്ട് ഷോക്ക് ആവുന്നു. നിങ്ങൾ എന്റെ വീട്ടിൽ എന്ത് ചെയ്യാ, നിങ്ങൾ നൈറ്റ് ഫുൾ എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവളെ ചോദിക്കുന്നു. അതിനവനും അതെ ഞാൻ നൈറ്റ് ഫുൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവളത് കേട്ട് ഷോക്ക് ആവുന്നു. എന്റെ അമ്മയ്ക്ക് നല്ല നൈറ്റ് ആയിരുന്നു ഡ്യൂട്ടി, അതുകൊണ്ട് ഇവിടെ കാണാത്ത, ഇപ്പോഴെങ്ങാനും കയറി വന്ന് എന്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് അവൾ അമ്മയെ നോക്കാനായിട്ട് പോകുന്നു. ഇവര് രണ്ടുപേരും കൂടെ അമ്മ വരുന്നുണ്ടോ എന്ന് ഒളിച്ചു നോക്കുന്നു. അപ്പൊ അവരാണെങ്കിൽ അപ്പുറത്ത് വീട്ടുകാരോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. ഉടനെ ഇവള് ഞാൻ എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്താം, നിങ്ങൾ ആ സമയം കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് അവനെ പുറത്ത് ചാടിക്കുന്നു. അതിനുശേഷം ഇവള് ഒന്നും അറിയാത്ത പോലെ അമ്മയോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഉടനെ തന്നെ ഇവള് അമ്മയോട് നൈസിന് അമ്മേ ഈ ചിൻ ഗ്രൂപ്പിന്റെ സിഒയെ പറ്റി എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്നു. തോന്നാൻ എന്തിരിക്കുന്നു, അവ നല്ലൊരു പയ്യനല്ലേ, മാത്രമല്ല കോടീശ്വരനുമെന്ന് അമ്മ മറുപടി പറയുന്നു. അപ്പൊ ഇവൾ ഉടനെ തന്നെ അങ്ങനെ ഒരു പയ്യൻ നിങ്ങൾക്ക് മരുമകനായി വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുന്നു. അപ്പൊ അവരുടനെ നീ പകൽക്കിനാവ് കാണുന്ന നിർത്തിയിട്ട് താഴെ ഇറങ്ങ്, അത് എത്ര വലിയ കോടീശ്വരഞ്ഞ, നീയോ അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫും, അതുകൊണ്ട് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്ക് വേണ്ട മോളെ എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഇവൾ ചിന്നിന്റെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യം എന്റെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ അത് വിശ്വസിക്കുന്നില്ല,
എന്തായാലും ഒരു ദിവസം ഞാൻ നിങ്ങളെ കൈയും പിടിച്ച് അവരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അവർ താനെ വിശ്വസിച്ചോളുമെന്ന് ഇവള് പറയുന്നു. ഉടനെ ചിൻ, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ നിന്റെ അമ്മയെ കാണാൻ എപ്പോഴാ വരേണ്ടത്, എന്ത് ഗിഫ്റ്റ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നു. അയ്യോ, നിങ്ങൾ എന്റെ അമ്മയെ കാണാൻ വരുന്നുണ്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങളത് കാര്യമായിട്ട് എടുത്തു എന്ന് ഇവള് ചോദിക്കുന്നു. അപ്പൊ ചിന്നോടഞ്ഞ തന്നെ, എന്തായാലും അതൊരു ആവശ്യമല്ലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം നീ മറന്നോ, എന്തായാലും നിന്റെ അമ്മയോട് അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് ഇവൻ പറയുന്നു. ഷേവളാണെങ്കിൽ അതോടത്ത് ഭയങ്കര ടെൻഷനില് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മളെ കാണുന്നത് ചിൻ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് യോയോടെ അമ്മയെ കാണാനായിട്ട് വന്നേക്കാണ്. ഇതൊക്കെ കണ്ടപോലെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയത്, ശരിക്കും എന്റെ അമ്മയെ കാണാൻ തന്നെ പോവാണോ എന്ന് നല്ല നെർവസ് ആയിട്ട് ചോദിക്കുന്നു. അതിന് ചിൻ, ആദ്യമായിട്ട് ഞാൻ എന്റെ അമ്മയെ കാണാൻ വരുമ്പോ എങ്ങനെ കൈയും വീശി വരുന്നേ, അതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയെന്ന് പറയുന്നു. ഇവളുടഞ്ഞ് തന്നെ ഇതാണ് കുറച്ച് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ചിൻ കൊണ്ടുവന്ന പെട്ടികളിലേക്ക് നോക്കിയിട്ട് ഇവന്റെ കവളി പിടിക്കുന്നു. കൂടെയുള്ള ബോഡി ഗാർഡ്സ് ഒക്കെ നാണം കൊണ്ട് തല തഴുത്തുന്നു. ഉടനെ തന്നെ ചിൻ, ഇതിനു മുന്നേ ആരും എന്റെ കവലിലൊന്നും പിടിച്ച് സംസാരിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, അപ്പൊ എനിക്ക് ഇതിന്റെയൊക്കെ അവകാശമുണ്ട്, എനിക്ക് എന്റെ അമ്മയല്ലാതെ ആരെ ഈ ലോകത്ത് പേടിയില്ല, പേടിക്കില്ലെന്ന് ഇവള് പറയുന്നു. ഓ ശരി മാഡം, നിങ്ങൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നു. മുന്നിൽ തന്നെ ഇവളുടെ അമ്മയും നിൽപ്പുണ്ട്. ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ട് അമ്മ ഷോക്കാവുന്നു. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും അമ്മയെ കണ്ടും ഷോക്കാവുന്നു. പെട്ടെന്ന് തന്നെ ഇവള് ചിന്നിനെ കളഞ്ഞിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുന്നു. എന്നിട്ട് അമ്മയോട്, അമ്മ ഞാൻ അദ്ദേഹത്തിനെയാണ് സ്നേഹിക്കുന്നത്, ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന് പറയുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ, എന്തു വലിയ കോടീശ്വര, നീ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങള്, ആരെയും കഴിയുമ്പോൾ അവർ നിന്നെ ഉപേക്ഷിക്കും, തുറപ്പ എന്നൊക്കെ അവളുടെ അമ്മ പറയുന്നു. അപ്പൊ ഇവളുടനെ, അങ്ങനെയൊന്നും അല്ല അമ്മ, അദ്ദേഹം നല്ലതുപോലെ നോക്കും, എന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ട എന്നൊക്കെ പറയുന്നു. ആയിരിക്കാം, പക്ഷെ ആ പയ്യനൊരു വലിയ കോടീശ്വരനാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ഒന്നും ഇത് ഒരിക്കലും അംഗീകരിക്കില്ല. നിന്നെ ആ പയ്യൻ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള പണമൊന്നും നമുക്കില്ല, നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് ആവലാതിപ്പെട്ട് അവളുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് കറക്റ്റ് ചിന്ന അവന്റെ മുത്തശ്ശിയുമായിട്ട് ഇവളുടെ അമ്മയോട് സംസാരിക്കാനായിട്ട് വരുന്നു. ഉടനെ തന്നെ മുത്തശ്ശി ഇവളുടെ അമ്മയെടുത്ത്, പിള്ളേർക്ക് തമ്മിൽ വലിയ ഇഷ്ട, നമ്മളല്ലേ നടത്തി കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തിനെ പറ്റി സംസാരിക്കുന്നു. മാത്രമല്ല ഇവർക്ക് വേണ്ടി അവർ ഒരുപാട് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവളുടെ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വന്ന് അവര് ഹാപ്പി ആവുന്നു. ഇവരുടെ ഏറ്റവും വലിയ സംശയവും വിഷമമൊക്കെ മകളെ ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളെ അവര് നല്ലതുപോലെ നോക്കൂ എന്നതായിരുന്നു. പക്ഷെ മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ ഓക്കെ ആവുന്നു, മാരേജിനും സമ്മതിക്കുന്നു. അപ്പൊ ചിന്ന ഉടനെ തന്നെ ഇവളുടെ അമ്മയ്ക്ക് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ഗിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവന്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇവളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവളെ ഇനി ഉപേക്ഷിക്കുന്ന സംശയമൊന്നും ആന്റിക്ക് വേണ്ടെന്നും അവൻ പറയുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ഇവള്, ഓഹോ അപ്പൊ ഈ സ്വത്തൊക്കെ അടിച്ചുകൊണ്ട് ഞാൻ നാട് വിട്ടാലോ എന്ന് ഇവള് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഇവളുടെ അമ്മ അവൾക്ക് ഒരു അടി കൊടുത്തിട്ട്, മിണ്ടാതിരിക്കടി, എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ചിന്ന ഉടനെ തന്നെ, കുഴപ്പമില്ല, എന്റെ സ്വത്തൊക്കെ അടിച്ചുകൊണ്ട് പോയാലും എനിക്ക് അതിനെ പറ്റി ഓർത്ത് ഒരു ആവലാതിയില്ല, നീ എന്റെ കൂടെ ഉണ്ടായാലും മാത്രം മതി എന്ന് പറയുന്നു. അതിനുശേഷം അവരൊക്കെ പോയിട്ട് ചിൻ അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു പെയിന്റിങ്ങിന്റെ ഗിഫ്റ്റ് എടുത്ത് ഇവര് ഭിത്തിയിൽ തൂക്കുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഹീറോയിന്റെ ഫ്രണ്ട് ഈ ഒരു പെയിന്റിങ് കാണുന്നു. എന്നിട്ട് അത് നോക്കി, ഇത് ഒറിജിനൽ തന്നെയാണ്, എന്തായാലും ഇതിന് ലക്ഷങ്ങളിൽ ചെലവായിട്ടുണ്ടാവുമെന്ന് പറയുന്നു. അപ്പോഴാണ് ഇവൾക്കും ഇവളുടെ അമ്മയ്ക്കും ഇത് ഇത്ര വിലപിടിപ്പുള്ള സാധനമാണെന്ന കാര്യം തന്നെ മനസ്സിലാവുന്നത്. അവര് രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കാണ്. അല്ല 5-10 ആയി കാണുമെന്നാണ് ഇവര് വിചാരിച്ചിരുന്നത്. ഇവരുടെ വീടിന് മൂലം ഇത്രയും പൈസ ഇല്ലല്ലോ എന്നാണ് ഇവരിപ്പോ പരസ്പരം ചിന്തിക്കുന്നത്. അതിനുശേഷം യോയോടെ ആ ഫ്രണ്ട് ഇവളോട്, എടി നിന്റെ എക്സ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനിപ്പോ ആകെ പാപ്പരായ അവസ്ഥയാ, നിന്റെ നമ്പർ കൊടുക്കുക, അവനിക്ക് എന്തോ ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല, അവനെ എനിക്കറിയില്ലേ, എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, എപ്പോ വേണമെങ്കിലും ആ നിന്റെ അടുത്തോട്ട് വരാമെന്ന് പറയുന്നു. ഇവളും ഞാൻ നോക്കിക്കൊള്ളാടി എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇവള് പുറത്തോട്ട് പോയിട്ട് വരുമ്പോ കറക്റ്റ് ഇവളുടെ എക്സ് അവളുടെ മുന്നിൽ വന്ന് ചാടുന്നു. ചിഹ്നമായിട്ടുള്ള കോൺട്രാക്ട് ഒക്കെ ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ ഇവനിപ്പോ ആകെ തകർന്ന് തടിപ്പാനായിരിക്കണം. ഉടനെ തന്നെ ഇവൻ, എനിക്ക് ഇപ്പോഴാണ് നിന്റെ വില മനസ്സിലാവുന്നത്, എന്റെ ഗേൾ ഫ്രണ്ട് എനിക്കൊന്നും ഇല്ലാതായപ്പോ എന്നെ വിട്ടുപോയി, നമുക്ക് വീണ്ടും ഒന്നിച്ചൂടെയെന്ന് ഇവളോട് അവൻ ചോദിക്കുന്നു. അതിന് ഇവള്, നിനക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ, ഇല്ലെന്നറിയാം, നിന്റെ കാമുകി കളഞ്ഞിട്ട് പോയപ്പോഴാണോ നീ എന്റെ വില അറിയുന്നേ, നിന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ ഞാൻ എന്തോരം സപ്പോർട്ട് ചെയ്തതാ, ഹെൽപ്പ് ചെയ്തതാ നിന്നെ, പക്ഷെ നീ വളർന്ന് പണമായി കഴിഞ്ഞപ്പോ എന്നെ ചോട്ടി പുറത്താക്കി, എന്നിട്ട് പുതിയ ഗേൾ ഫ്രണ്ടിനോട് ചേർന്ന് എന്തൊക്കെയാ കാട്ടി കൂട്ടിയത്, അക്കൗണ്ട് കാലിയായപ്പോ അവൾ ഇട്ടിട്ട് പോയി, ഇപ്പൊ നാണോലാണ്ട് വീണ്ടും എന്നെ തപ്പി വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവനിക്കിട്ട് നല്ല ആട്ടാട്ടുന്നു. പക്ഷെ ഇവൻ നാണോലാണ്ട് വീണ്ടും, എനിക്ക് ഒരു ചാൻസ് കൂടെ തരണം, ഈ മാസം തന്നെ നമുക്ക് കല്യാണം കഴിക്കാം, ഞാൻ നിന്നെ പറ്റിക്കില്ല എന്നൊക്കെ പറയുന്നു. ഉടനെ അവൾ അവനെ തട്ടിക്കളഞ്ഞിട്ട്, ഓൾറെഡി എന്റെ മാരേജ് കഴിഞ്ഞു, ചിൻ ഗ്രൂപ്പിന്റെ സിയോ എന്റെ ഹസ്ബൻഡ് ആണെന്ന് ഇവള് പറയുന്നു. പക്ഷെ ഈ പൊട്ടൻ അപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. അത്രയും വലിയ കോടീശ്വരൻ ഇവളെ പോലുള്ള ദരിദ്രവാസികൾ കല്യാണം കഴിക്കില്ലെന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. എന്താ നിനക്ക് വിശ്വാസമായില്ലേ എന്ന് ചോദിച്ച അവളെ അച്ഛൻ എന്നെ ഫോൺ ചെയ്ത്, നമുക്കിന്ന് ഒരുമിച്ച് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അവനും അതിനെ സമ്മതിക്കുന്നു. എന്താ കേട്ടില്ലേ, ഇനിയെങ്കിലും നിനക്കൊന്ന് ശല്യം ചെയ്ത് പോക്കൂടെ എന്ന് ഇവള് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴും ആ പൊട്ടൻ ഇവളെ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ ഹസ്ബൻഡും വൈഫ് ആണെങ്കിലും തന്നെ ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നത് എന്നതായിരുന്നു അവന്റെ ഡൗട്ട്. പിന്നും ഇവൻ അവളെ ഓരോന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ കരത്തിയ സമയം തന്നെ ചിന്ന അങ്ങോട്ടേക്ക് എത്തി ഇവനെ കേട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നു. എന്നിട്ട് അവനോട്, ഇനി മേലാ നീ എന്റെ വൈഫിനെ തിരിഞ്ഞു പോലും നോക്കരുത്, ഇവളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാലും ഞാൻ നിന്നെ കൊന്നു കുഴിച്ചുകൂടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ ഇവളും, എടാ പൊട്ടാൻ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്, ഇതാണ് എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് റൂം എടുത്ത് എൻജോയ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് ഇവനെ അവള് നല്ലതുപോലെ ഇറിറ്റേറ്റ്
വെയിറ്റ് ചെയ്യുന്നു. ഇവൾ ഇങ്ങനെ പറയുന്നത് കേട്ട് ഒരു നിമിഷം ചിൻ അമ്പരന്ന് നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ നേരെ അവളെയും കൂട്ടി കാറിലേക്ക് വരുന്നു. ഇവളാണെങ്കിൽ നേരത്തെ പറഞ്ഞു കൊടുത്ത് ആകെ ഇപ്പൊ നാണക്കേടായിട്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്നവളോട് എന്നാ നമുക്ക് റൂമിലേക്ക് പോയാലോ, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്താലോ എന്ന് അവളോട് ചോദിക്കുന്നു. അയ്യോ ഞാനതപ്പോ വെറുതെ അവന്റെ ശല്യം സഹിക്കവയ്യാത്തോണ്ട് അവനെ PH വേണ്ടി പറഞ്ഞതാണെന്ന് ഇവള് പറയുന്നു. എന്തായാലും കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു, നമുക്ക് എന്തുകൊണ്ട് ഒരു റൂമിൽ സ്റ്റേ ചെയ്തുകൂടാന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഇത് കേട്ട് അവള് പെട്ടെന്ന് നാണം വന്ന് കണ്ണുപൊത്തുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു.